ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് നാഷണൽ ഹൈവേ 66ലാണ് ഞാനുള്ളത്. ധാരാളം വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിനം പ്രതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗത്തുനിന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇവിടെ റീടാറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ പോർഷനിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ബ്രിഡ്ജ് മുതൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരെയുള്ള 1700 മീറ്റർ ലിങ്ക് റോഡ് അല്ലെങ്കിൽ കണക്ഷൻ റോഡിന്റെ വർക്ക് അപ്ഡേഷനാണ്. ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഓരോ വർക്കും. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ NH66 എന്നുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. ധാരാളം ലോറികളിലായി നാച്ചുറൽ സ്റ്റോണുമായിട്ട് പോർട്ടിലേക്ക് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ബൈ റോഡ് വഴിയാണ് പോകുന്നത്. ആ ബൈ റോഡും നമുക്ക് ഈ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് NH ടാർ ചെയ്തതുപോലെ തന്നെ ബൈ റോഡും ടാറിംഗ് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന NH66 മുതൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരെയുള്ള 1700 മീറ്റർ വർക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് NHൽ നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മൾ കാണുന്നത്. 2 ബ്രിഡ്ജുകളാണ് നിലവിൽ നമ്മുടെ പോർട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്കുള്ളത്. അതിൽ ആദ്യത്തെ ബ്രിഡ്ജാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്. അത് മാത്രമല്ല, ആ ബ്രിഡ്ജിന്റെ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലെല്ലാം സൈറ്റിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഓരോ മെറ്റീരിയലും ഓരോന്നായിട്ട് ഓരോ ദിവസവും ആഡ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഈ പറയുന്ന വർക്കിന്റെ സൈഡിലൂടെയുള്ള ഒരു ബൈ റോഡുണ്ട്. ആ ബൈ റോഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ബൈ റോഡിൽ പോയാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH66ലൂടെയാണ്. ഈ NH66ലൂടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസ് നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇന്ന് ആ അണ്ടർപാസ് വഴിയാണ് നമ്മൾ ഈ പറയുന്ന കണക്ഷൻ റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ധാരാളം ഇപ്പോൾ ഈ ഞാൻ പോകുന്ന വഴി, അതായത് റോഡിൻ്റെ ഈ 4 വരി പാതയിൽ എൻ്റെ വലതുവശത്തെ പോർഷനാണ് ഇപ്പോൾ ടാറിംഗ് ഒക്കെ നടക്കുന്നത്. ഇടതുവശം ഞാൻ പോകുന്ന പോർഷനിൽ ഇപ്പോൾ ടാറിംഗ് നടത്തിയിട്ടില്ല. അത് ഇങ്ങനെ വണ്ടി ഓരോ വശത്തേക്കും ബ്ലോക്ക് ചെയ്തതിനു ശേഷം ബൈ റോഡിലേക്ക് തിരിച്ചു വിട്ടതിന് ശേഷം ഓരോ ഭാഗവും ഈ പറയുന്ന ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന കാരോട് ഭാഗത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ NH66 എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കഴക്കൂട്ടം മുതൽ കാരോട് വരെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കേരളത്തിൻ്റെ പാർട്ടാണ് കാരോട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ട് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ വർക്കുകളും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ പോകാൻ സാധിച്ചിരുന്നില്ല. കാരണം കാരോട് മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ ഈ NH66 എക്സ്റ്റൻഷൻ വരുന്നത്. അപ്പോൾ കന്യാകുമാരി വരെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പോയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോർട്ടിനോട് ചേർന്നിട്ട് തന്നെ, അതായത് നമ്മുടെ പോർട്ടിനോട് ചേർന്ന NH66 എന്നൊരു എക്സ്റ്റൻഷൻ കാരോട് മുതൽ കന്യാകുമാരി വരും. അപ്പോൾ തമിഴ്നാടും അത് ലിങ്കായിട്ട് മാറും. നമുക്ക് ഇവിടെ നിന്നും നമുക്കിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇടതുവശത്തൂടി ഒരു അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു ബൈ റോഡുണ്ട്. ആ ബൈ റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്, NHലേക്ക് പ്രവേശിക്കുന്നത്. ഈ ബൈ റോഡിലൂടെയാണ് നമുക്ക് അണ്ടർപാസിലേക്ക് പോകേണ്ടത്. നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന റോഡിലൂടെയാണ് എപ്പോഴും പോകുന്നത്. കാരണം തിരക്കില്ലാത്തതിനാൽ അതുവഴി പോകാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മളിന്ന് പോകുന്നത് അണ്ടർപാസ് വഴി റോഡിന്റെ അപ്പുറത്തേക്ക് കയറാനാണ് പോകുന്നത്. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നമുക്ക് പോകാം. എത്രത്തോളമാണ് അണ്ടർപാസ് ഉള്ളതെന്നും ആ ഡീറ്റെയിലൂടെ അറിയാൻ വേണ്ടിയാണ് ഇതുവഴി പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഹമ്പുണ്ട്. ഈ ഹമ്പ് കയറി റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർപാസ് വേണ്ടോ. ഇതാണ് ആ അണ്ടർപാസ്. ഇതുവരെ ഈ വീഡിയോയിൽ ഈ അണ്ടർപാസ് കാണിച്ചിട്ടില്ല. കാരണം വാഹനത്തിൻ്റെ തിരക്കൊന്നുമില്ല ഇവിടെ. ചില സമയത്ത് നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൻ്റെ തിരക്ക് വരുമ്പോഴാണ് ഇവിടെ ആകെ തിരക്ക് വരുന്നത്. ഇത് നമുക്ക്, അതായത് നമ്മുടെ ഈ പറയുന്ന NHന്റെ 2 വശത്തായിട്ടുള്ള ബൈ റോഡിൻ്റെ രണ്ടാമത്തെ റോഡിൽ, അതായത് നമ്മൾ ഇപ്പുറത്തെത്തി ഈ റോഡിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. ഇനി ഇവിടെ ഒരു ഹമ്പ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് നടക്കുന്ന പോർഷനിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. അതുമാത്രമല്ല, തൊട്ടു മുന്നിലായിട്ട് ഒരു ഹമ്പുണ്ട്. ഈ ഹമ്പ് കഴിഞ്ഞാൽ നമുക്ക് NHലേക്കുള്ള പ്രവേശന കവാടവും നമുക്ക് ഈ ഭാഗത്തുണ്ട്. നമുക്ക് NHലേക്ക് കയറാതെ നമുക്ക് നേരെ ഈ ബൈ റോഡിലൂടെ തന്നെ പോകാം. കാരണം ധാരാളം പേർക്ക് ഈ ബൈ റോഡ് അറിയില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈ റോഡ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പലരും വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കുന്നു, NHന്റെ 2 സൈഡിലായിട്ട് ബൈ റോഡ് എത്രത്തോളം ഉണ്ട്, അത് ആക്റ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആക്റ്റീവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്കില്ലാത്ത കാരണം, ഈ റോഡ് വലിയ തിരക്കില്ലാത്ത കാരണം ഇവിടെ വാഹനങ്ങൾ വളരെ കുറവ് തന്നെയാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ബ്രിഡ്ജിലൂടെ നമ്മൾ തൊട്ടപ്പുറത്തെ ബൈ റോഡ് വഴിയാണ് നമ്മൾ എപ്പോഴും വരുന്നത്. കാരണം ഈ ബൈ റോഡ് വഴിയാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത് തന്നെ. കാരണം തിരക്കില്ലാത്ത കാരണം ഏത് റോഡ് വഴിയും നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് ഒരു ജംഗ്ഷൻ പോലെയാണ്. നമ്മൾ ഈ കാണുന്നത് ആഴിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് കിലോമീറ്റർ സഹിതം ആഴിമല ക്ഷേത്രത്തിലേക്ക് പോകുന്നു. വിഴിഞ്ഞം തുറമുഖം ഇതെല്ലാം ഇവിടെ
ഒരു ചെറിയൊരു ബോർഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ ബ്രിഡ്ജ് പോർഷൻ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എപ്പോഴും വരുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ബൈ റോഡിലൂടെയാണ് നമുക്ക് നേരെ നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് പോകേണ്ടത്. ഈ പറഞ്ഞ ബൈ റോഡ് കട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഓരോ ചെറിയ ഹമ്പുണ്ട്. കാരണം വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ തന്നെയാണ് ബൈ റോഡിൽ ഹമ്പുള്ള. നമ്മുടെ NH 66 ഹമ്പൊന്നുമില്ല, എല്ലാവർക്കും അറിയാം NH ഹമ്പൊന്നുമില്ല. ഇത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഇവിടെയും റീടാറിംഗ് തീർച്ചയായിട്ടും വരും. കാരണം റോഡിന്റെ വീതി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. റീടാറിംഗ് അതായത് റീടാറിംഗ് കഴിഞ്ഞ പോർഷനിലെ വീതി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. കാരണം അതേ ലിങ്ക് തന്നെയാണ് കുറച്ച് പോർഷനിൽ റീടാറിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം വാഹനങ്ങൾ നിരനിരയായി നിരത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിലെല്ലായിടത്തും സ്റ്റോൺ ആണ്. നമ്മുടെ പോർട്ടിലേക്ക് പോകേണ്ട സ്റ്റോൺ ആണ് നമ്മളിവിടെ നിരനിരയായി നിരത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ 7ഓളം ലോറികൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ലോറികളും വളരെ സാവധാനം, നമ്മുടെ പോർട്ടിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തുണ്ട്, കൺട്രോൾ ചെയ്തിട്ടാണ് ഓരോ വാഹനങ്ങളും വിടുന്നത്. ഈ റോഡിലൂടെയും ട്രിവാൻഡ്രം ഭാഗത്തു നിന്നും, ഇതിപ്പോൾ കാരോട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ഭാഗത്തു നിന്നും നമ്മുടെ പോർട്ടിലേക്ക് സ്റ്റോണുമായിട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം സെക്കൻഡ് സ്റ്റേജിൻ്റെ വർക്കുകൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയുള്ള നാച്ചുറൽ സ്റ്റോൺ അല്ലെങ്കിൽ കരിങ്കല്ല് സ്റ്റോർ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. കണ്ടപ്പോൾ ഞാൻ കണ്ട ഈ ബൈ റോഡ്, തൊട്ട് മുന്നേ നമ്മൾ കണ്ട ബൈ റോഡ് സെയിം ബൈ റോഡ് തന്നെയാണ്. ഇപ്പോൾ റീടാറിംഗ് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ വീതി കുറച്ച് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഞാൻ വന്ന സ്ഥലത്തും ബൈ റോഡിൻ്റെ വീതി തീർച്ചയായിട്ടും കൂട്ടി തന്നെയാണ് റീടാറിംഗ് നടക്കുന്നത്. കാരണം കുറച്ച് പോർഷൻ കോൺക്രീറ്റ് പോർഷനാണ്. ആ കോൺക്രീറ്റ് പോർഷൻ പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്തിട്ടാണ് റീടാറിംഗ് വർക്കുകൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് സൈറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ ഹമ്പുണ്ട്. കാരണം ഇവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസൊക്കെ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. അണ്ടർപാസൊക്കെ ഇതാ കുറച്ച് മുന്നോട്ട് പോകാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞൊരു ചെറിയ ഹമ്പുള്ളത്. നമുക്ക് ഈ സൈഡിലൂടെ നിർത്തിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതാ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇടതുവശത്തായിട്ട് നമുക്ക് വർക്ക് സൈറ്റ് കാണാം. നമ്മൾ തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത ബ്രിഡ്ജിൻ്റെ മുകളിലെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ താഴെ അണ്ടർപാസും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബൈ റോഡ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പോകേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ വളരെ ഹൈറ്റിൽ നിന്ന് കണ്ട നമ്മുടെ NH 66 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, NH ഭാഗത്തു നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഇപ്പോൾ കുറച്ച് താഴെ ഇറങ്ങി വന്ന് കുറച്ചുകൂടി സൂം ചെയ്ത് നമ്മൾ നോക്കുവാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ അയൺ റോഡ്സ് അവിടെ തന്നെയുണ്ട്. ധാരാളം പുതിയ എക്യുപ്മെൻറ്റ്സ് വണ്ടികൾ വന്നിട്ടുണ്ട്. ധാരാളം ഈ പറയുന്ന മെറ്റലും ഈ പറയുന്ന ബാക്കിയുള്ള കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം വർക്കിംഗ് സ്റ്റാഫുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി സൈഡിലൂടെയുള്ള ബൈ റോഡിലൂടെ നമുക്ക് മുന്നോട്ട് പോയാലാണ് എത്രത്തോളമാണ് വർക്ക് അപ്ഡേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളമാണ് അപ്ഡേഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു 12ാമത്തെ അപ്ഡേഷനാണ് ഇതുള്ളത്. ഇപ്പോൾ നമുക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലെ ഒരു ആർച്ചും വളരെ മനോഹരമായ അലങ്കാര രീതികൾ നടക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അലങ്കാര വർക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഉത്സവവും ആ ഒരു പാട്ടും അതൊക്കെ വളരെ വളരെ മനസ്സിന് സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ചകൾ തന്നെയാണത്. ഈ ഭാഗത്തുള്ളൊരു അമ്പലമാണ്. ഞാൻ പലപ്പോഴായിട്ട് ഈ അമ്പലം ഇവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷേ ഉത്സവമനുബന്ധിച്ചുള്ള ആ ഒരുക്കങ്ങൾ വളരെ മനോഹരമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് അമ്പലം. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് എത്രത്തോളമാണ് കണക്ഷൻ റോഡിൻ്റെ അല്ലെങ്കിൽ ലിങ്ക് റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് ഈ സൈഡിലായിട്ട് വണ്ടി വയ്ക്കാം. നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ സൈഡിലേക്ക് വണ്ടി ഒതുക്കി വെച്ചതിന് ശേഷം, കാരണം ധാരാളം ഹെവി വെഹിക്കിളായിരിക്കും ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് പുറത്തോട്ടിറങ്ങി നമുക്ക് നോക്കാം എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് റോഡിൻ്റെ വർക്കുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വളരെ അടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ വളരെ ചെളിയും കുളവുമായിട്ട് കിടന്ന സ്ഥലമെല്ലാം വളരെ ഹൈറ്റായിട്ട് ഉയർന്നിരിക്കുന്നു. നമുക്ക് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എത്രത്തോളമാണ് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ നേരത്തെ ആണെങ്കിൽ പാനലൊക്കെ സ്ഥാപിക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ പാനലിംഗ് വർക്കുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ വെള്ളക്കെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു വയലാണ്. തീർച്ചയായിട്ടും വെള്ളക്കെട്ടുണ്ടാകും. ഇതാണ് നമ്മൾ കണ്ട ബ്രിഡ്ജിൻ്റെ പോർഷൻ. ഈ ബ്രിഡ്ജിൻ്റെ പോർഷൻ്റെ ഈ എൻഡ് ഭാഗത്ത്, അതായത് നമ്മൾ നിൽക്കുന്ന ഈ പോർഷനാണ് 1500 മീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ NH 66 കണക്ഷൻ ഭാഗമാണ് 200 മീറ്റർ. അങ്ങനെ ടോട്ടൽ 1700 മീറ്റർ ആയിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും വർക്ക് അതായത് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാനലിംഗ് വർക്ക് ഇവിടെ നേരത്തെ നടന്ന വർക്ക് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന കണക്ഷൻ കേബിളിൻ്റെ വർക്കും വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഉറവ
നമുക്കറിയാലോ വയലിൽ നിന്നുള്ള ഉറവ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും പമ്പ് ചെയ്ത് മാറ്റിയിട്ടാണ് അവിടെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഇനി നമുക്ക് മെയിൻ വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിന് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കണക്ഷൻ ഡോറിന്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ മാറ്റമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. രണ്ട് സൈഡിലായിട്ട് പാനലിന്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. പാനലിന്റെ ഹൈറ്റ് കൂടുന്നു പറഞ്ഞാൽ റോഡിന്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനേ സാധിക്കും. വളരെ ഫാസ്റ്റ് ഡേ നൈറ്റ് നടക്കുന്ന വർക്കാണ്. ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഉപയോഗിച്ചാണ് ഈ പറയുന്ന വയല് പോലെ കിടന്ന പ്ലേസ് ഫില്ല് ചെയ്തെടുത്ത്. ഈ പ്ലേസ് പണ്ട് എങ്ങനെയാണോ, പണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നുള്ള ആദ്യത്തെ വീഡിയോ മുതൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഹെവി എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഹെവി എക്സ്കവേറ്റർ ധാരാളം നമ്മുടെ ഈ വർക്കിംഗ് സൈറ്റിലുണ്ട്. ഡേ നൈറ്റ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കാരണം ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു ഇവിടെ ഈ പറയുന്ന കുളമോ ചെളിയോ ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ ഈ കുളവും ചെളിയും മാറ്റി പൂർണ്ണമായിട്ടും റോഡിനെ ഈ ഗതിയിലെത്തി ഇത്രയും ഫാസ്റ്റാക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന അദാനി ഗ്രൂപ്പിന്റെ പൂർണ്ണ കൺട്രോൾ തന്നെയാണ്. തീർച്ചയായിട്ടും അവരെപ്പോഴും ഇൻസ്പെക്ഷൻ എഞ്ചിനീയേഴ്സ് സൈറ്റിൽ വരാറുണ്ട്. അതുമാത്രമല്ല വർക്ക് എടുത്ത സൈറ്റിലെ ഇൻസ്പെക്ഷൻ ടീമുണ്ട്, അവരുടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്കെല്ലാം നടക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നടക്കുന്നത് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഈ പാനലിംഗ് വർക്കുകൾ ഇവിടെ എത്തിയിരുന്നില്ല. ഇപ്പോൾ പാനലിംഗ് വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും ചെമ്മണ്ണും ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും മിക്സ് ചെയ്ത് വർക്കുകൾ നടക്കുന്നത് കുറച്ച് മുന്നേയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒറ്റ കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വളരെ ഹൈ, അതായത് ദൂരം കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കാരണം അങ്ങനെ പറയാൻ കാരണം ഓൾറെഡി ദൂരം അത്ര തന്നെയുണ്ട്, 1700 മീറ്റർ തന്നെയുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം കണ്ട കുളത്തിൽ നിന്നും കയറി വന്നത് കാരണം നമുക്ക് വളരെ ദൂരം കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. തൊട്ടടുത്താണ് നമ്മുടെ പോർട്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കുകൾ നടക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഓരോ വീഡിയോയും, ഇത് 12ാമത്തെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ 12 വീഡിയോകളും പ്ലേലിസ്റ്റിലുണ്ട്. ഫസ്റ്റ് വീഡിയോ, അതായത് ഇവിടെ ഒരു വർക്ക് നടക്കാത്തപ്പോൾ തന്നെയുള്ള അത് വർക്കിന് സ്റ്റാർട്ടിങ് ആവുന്നതിന് മുന്നേ ഉള്ള അപ്ഡേഷൻ വരെ തീർച്ചയായിട്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് പാനലിൻ്റെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ധാരാളം എക്സ്കവേറ്ററും ക്രെയിനുകളും ദിനം പ്രതി അല്ലെങ്കിൽ മണിക്കൂറുകൾ വെച്ച് വർക്ക് ചെയ്യുന്നതും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല പാനലെല്ലാം നമ്മൾ ഈ ഭാഗത്ത് ഇറക്കി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. ഓരോ സെക്ഷൻ തിരിഞ്ഞിട്ട് സൈറ്റ് എഞ്ചിനീയേഴ്സും വർക്കേഴ്സും മത്സരം വെച്ച് വർക്കുകൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന ഇതേപോലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണിനെ ഇങ്ങനെ, അതായത് നമ്മുടെ ഡ്രഡ്ജ് ചെയ്ത മണ്ണിനെ ഇങ്ങനെ ലെവൽ ചെയ്ത് വരികയാണ്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ജിയോ ഗ്രിഡ്, അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30-35 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലിട്ടതിന് ശേഷം നമ്മുടെ കോമ്പാക്ട് മെഷീൻ വെച്ച് കോമ്പാക്ട് ചെയ്ത് അതിന് മുകളിൽ നമ്മുടെ ജിയോ ക്ലോത്ത് ഉപയോഗിച്ച് അങ്ങനെ ഫില്ല് ചെയ്താണ് ഇത്രയും വരെ എത്തിയിട്ടുള്ളത് നമ്മൾ. അതിനാൽ റോഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ വെള്ള നിറത്തിൽ കാണുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ ഈ പറയുന്ന ജിയോ ക്ലോത്ത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഈ പോർഷനിലെ വർക്ക് ഏകദേശം നമ്മൾ കണ്ടു. ഇനി നമുക്ക് സൈഡിലൂടെ, അതായത് നമുക്ക് റോഡിനകത്തോട്ട് പ്രവേശിക്കാതെ തന്നെ റോഡിൻ്റെ സൈഡിലൂടെ പോയാൽ മാത്രം നമുക്ക് ഈ റോഡ് വൈഡായിട്ട് കിട്ടും. റോഡിനകത്തോട്ട് പ്രവേശിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അത് നടക്കുന്ന വർക്കിംഗ് സൈറ്റാണ്. നമുക്ക് അതിനകത്തോട്ട് പ്രവേശിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ബൈ റോഡിൻ്റെ സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് ഏകദേശം കണ്ട് മനസ്സിലാക്കാവുന്നതാണ് എത്രത്തോളമാണ് ആ വർക്ക് നടക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ വർക്ക് അപ്ഡേഷനും എടുക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബൈ റോഡിലോട്ട് ഫോക്കസ് ചെയ്ത്, കണ്ടോ, ഈ ബൈ റോഡിൽ നിന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ മുന്നിൽ കാണുന്ന ഈ വൈറ്റ് കളർ ക്ലോത്താണ് ജിയോ ക്ലോത്ത് എന്ന് പറയുന്നത്. ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ടാണ് ഈ വർക്കുകളെല്ലാം ഇത്രത്തോളം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അത് മാത്രമല്ല ഈ പാനൽ നമ്മൾ കാണുന്ന പാനലിൻ്റെ ഓരോ ഹൈറ്റും, ഒരു പാനൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞ 12ഓളം ക്ലിപ്സ് ഉണ്ട്. ഈ ഓരോ ഹാങ് എന്ന് വേണേൽ പറയാം. അതിനെ ഒരു ഹെവി ടെൻഷനിൽ നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിൽ ജിയോ ഗ്രിഡ് ഉപയോഗിച്ച് ഹെവി ടെൻഷനിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നിലവിൽ ഈ പറയുന്ന മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്നത്. അത് കാരണം നമ്മുടെ ഈ പറയുന്ന പാനലിങ്ങും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ, അതായത് 1 mm പോലും മാറ്റം വരാതെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പാനലിംഗ് വർക്കുകളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ റോഡിലൂടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഈ റോഡുള്ളത് കാരണം നമുക്ക് ഈ വർക്ക് കുറച്ച് ഈസി ആയിട്ട് കാണിക്കാനും സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ റോഡിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഈ റോഡിലൂടെ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുവരാനും അതിലൂടെ റോഡിൻ്റെ വർക്കുകൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നതിനും
ഈ റോഡ് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത് പണ്ട് മുതലേ ഉള്ള റോഡ് തന്നെയാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ പോകുന്ന റോഡ്, വണ്ടികളുള്ളവരും നടന്നും അല്ലാതെയും പോകുന്ന റോഡ് തന്നെയാണ് ഈ റോഡ്. നമുക്ക് ഈ വണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇറങ്ങി നോക്കാം. ഇറങ്ങി നോക്കിയാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കൂ എന്നറിയാൻ സാധിക്കുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാനലിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പാനലിൻ്റെ പുറത്തേക്ക് ധാരാളം ഡ്രഡ്ജ് ചെയ്ത മണലും ഇവിടെ ഡംപ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പാനൽ അത്രത്തോളം ഹൈറ്റ് കൂടിയിരിക്കും. കാരണം ഞാൻ നിൽക്കുന്ന റോഡിൻ്റെ നല്ല ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ്. അവിടെ നിന്നിട്ട് പോലും റോഡിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ എത്രത്തോളമാണ് റോഡിൻ്റെ ഹൈറ്റ് കൂടിയതെന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പാനൽ എനിക്ക് തോന്നുന്നു 4 or 5 പാനലിൽ ഹൈറ്റ് എത്തിയിരിക്കുന്നുണ്ടോ, വളരെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. വളരെ ദൂരെയായിട്ട് നമുക്ക് ആ ബ്രിഡ്ജ്, നമ്മൾ ഇന്ന് ആ ബ്രിഡ്ജ് പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാനലിൻ്റെ ഇരുവശത്തായിട്ട്, കാരണം 2 വശത്ത് ഒരു സൈഡിലേക്ക് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, പാനലിൻ്റെ മറുവശത്തേക്ക് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്ത മണലും ഇവിടെ ഡംപ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെമ്മണ്ണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെമ്മണ്ണെന്ന് പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായിട്ടും ചെമ്മണ്ണല്ല. അതായത് നിലവിൽ ഈ പറയുന്ന 30% ചെമ്മണ്ണും 70% ഡ്രഡ്ജ് ചെയ്ത മണലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ എടുത്തു പറയാൻ കാരണം, റേഷ്യോ പറയാൻ കാരണം ഞാൻ തീർച്ചയായിട്ടും സൈറ്റ് എഞ്ചിനീയേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ റേഷ്യോ ഇവിടെ ഈ ചെമ്മണ്ണ് പോലെ കാണുന്നത്, എങ്ങനെ പൂർണ്ണമായിട്ടും ചെമ്മണ്ണാണോ. അപ്പോൾ അവർ പറഞ്ഞില്ല. നിലവിൽ 30%, 30% ചെമ്മണ്ണും 70% ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഫില്ലിംഗ് മെത്തേഡും ഓരോ റേഷ്യോ അനുസരിച്ച് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. കാരണം നമുക്കെല്ലാവർക്കും പറയാം ഇത് കണ്ടെയ്നർ പോകുന്ന റോഡാണ്, ഹെവി ലോഡുമായിട്ട് കണ്ടെയ്നർ പോകുന്ന റോഡിന് അതിനനുസരിച്ചുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു കാരണവശാലും റോഡ് ഡാമേജ് വരാതിരിക്കാനോ റോഡ് താന്നു പോകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അത്രത്തോളം റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളമാണ് ആ വർക്ക് സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നത്. ഓരോ ഈ പറയുന്ന മിക്സിംഗ് റേഷ്യോ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്കെല്ലാം നടന്നു പോകുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ധാരാളം ലോറികളുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിലേക്ക് കയറി നിൽക്കുമ്പോൾ നമുക്ക് ആ റോഡ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് ആ പറയുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ചെമ്മണ്ണ് മിക്സ് ചെയ്ത മിക്സിംഗ് റേഷ്യോയിൽ ഫില്ല് ചെയ്തിരിക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ റോഡ് കാണാനൊരു ഭംഗിയായിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ഹൈറ്റിലേക്ക് റോഡ് എത്തിയിരിക്കുന്നു. ഇനിയും ഹൈറ്റ് കൂടും. കാരണം നമ്മുടെ ആ ബ്രിഡ്ജ് ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടത് NH വരുന്ന ഒരു ബ്രിഡ്ജിൻ്റെ അതേ ഹൈറ്റിലേക്ക് വളരെ പാരലായിട്ട് തന്നെ, ഈ പാരൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഞാൻ പറഞ്ഞു ഒരു സ്ലോപ്പായിട്ട് തന്നെ അതിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഹൈറ്റാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അറിയാം, നമ്മൾ NH വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഹൈറ്റ് എങ്ങനെയാണ് കൂടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിക്കുന്നത്. ഇനി നമുക്ക് സൈഡിലൂടെയുള്ള നമുക്ക് ബൈ റോഡിലൂടെ നമുക്ക് ഇനിയും പോകാം. ഇനിയും പോയാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് അങ്ങോട്ടുള്ള വർക്കുകൾ, ഏതൊക്കെ വർക്കുകളാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത്, എത്രത്തോളം വർക്കുകൾ നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് കണ്ടോ ഈ റോഡ് വർക്ക് നടക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബൈ റോഡിൽ നിന്നും കണക്ഷൻ റോഡിലേക്കുള്ള ഇങ്ങനൊരു റോഡിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ആ വർക്കുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രെയിൻ നമ്മുടെ മുന്നിലൂടെ വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ക്രെയിൻ പറഞ്ഞത്. ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് പാനൽ ഫിക്സിങ് നടക്കുന്നത്. ഇതുപോലുള്ള ധാരാളം ക്രെയിനുകൾ ദിനം പ്രതി വർക്ക് ചെയ്തിട്ടാണ് ഇതുപോലുള്ള പാനൽ വർക്കിന് മാത്രമാണ് ഈ ക്രെയിനുകൾ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം നമ്മുടെ ഈ പറയുന്ന കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് മണ്ണ് കോമ്പാക്ട് ചെയ്യുന്നു. അങ്ങനെ പല പല വർക്കുകളെല്ലാം ഒരേ സമയം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. നമുക്ക് ഇനി കുറച്ച് മുന്നോട്ട് പോകാം. ഈ ബൈ റോഡിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടി എത്രത്തോളമാണ് വർക്ക് അവിടെ നടക്കുന്നത്, ഏതെങ്കിലും പുതിയ വർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മുടെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് NH66 എന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പോർട്ടിൻ്റെ സൈഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് NH66 മുതൽ പോർട്ട് വരെ എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത് ഡീറ്റെയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുവഴി പോകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. മണ്ണ് അത്രത്തോളം ഫില്ല് ചെയ്തിരിക്കുന്നു. ഞാൻ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് എപ്പോഴും വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കാൻ വേണ്ടിയാണ് ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഭാഗമൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇത്രത്തോളം ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ആണെങ്കിൽ റോഡിൽ നിന്നാൽ തന്നെ നമുക്ക് ഈ ഭാഗത്തെ വർക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ അത് സാധിക്കില്ല. റോഡിൽ നിന്നും, അതായത് നമ്മുടെ ഈ പറഞ്ഞ ബൈ റോഡിൽ നിന്ന് തന്നെ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ഇപ്പോൾ കൂടിയിരിക്കുന്നു. ധാരാളം വാഹനങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല വലിയ ഹെവി മെറ്റൽസ്, അതായത് എനിക്കൊന്ന് 4-5 മെറ്റൽ ആയിരിക്കാം. ഞാൻ വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന, അടുത്ത് പോകുന്നില്ല. നമ്മൾ ഈ കാണുന്ന ബൈ റോഡിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയാൽ പുതിയതായിട്ട് വർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ഏതൊക്കെ വർക്കുകൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഏതൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്താണ് നമ്മുടെ ഈ കണക്ഷൻ റോഡിൻ്റെ വർക്കിംഗ് സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കുന്നവർ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമുക്ക് അത്രത്തോളമാണ് നമ്മൾ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്.
കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ വെയിലായാലും പൊടിയായാലും എനിക്ക് എത്രത്തോളം വർക്ക് കാണേണ്ട ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ തന്നെയാണ് നമ്മളെ വീഡിയോ കാണുന്നവർക്കും സൈറ്റിൽ വന്ന് കാണുന്നത് പോലെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെ ട്രെഡ്ജ് ചെയ്ത മണൽ ധാരാളമായിട്ട് ഇവിടെ ഡംപ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ജിയോ ഗ്രിഡ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിടാൻ കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ പാനലിംഗ് ഹെവി ടെൻഷനിൽ നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വലിച്ച് ടൈ ചെയ്യുന്നതിനാണ് ഈ പറയുന്ന ജിയോ ഗ്രിഡ് ഉള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന അമ്പലത്തിൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. അമ്പല സൈഡിൽ രണ്ടാമത്തെ ബ്രിഡ്ജ്, അതായത് നമ്മുടെ NH വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജും പോർട്ടിൽ നിന്ന് NH പോകുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും, അങ്ങനെ 2 ബ്രിഡ്ജുകളാണുള്ളത്. രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഭാഗത്തുള്ള വർക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്കൊരു CCTV ക്യാമറ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ കാണാൻ സാധിക്കും. അതുമാത്രം ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഗാർഡ്സിൻ്റെ ചെറിയൊരു ഒരു ഗാർഡ്സിന് റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയണമെങ്കിൽ നമ്മുടെ പോർട്ടിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന NH പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഫസ്റ്റ് ബ്രിഡ്ജ് വരെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ നേരത്തെ തന്നെ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി സെൻട്രലിലൂടെ കാണുന്ന ഈ ഒരു പാത്തിലാണെങ്കിൽ ചിലപ്പോൾ മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കാൻ വേണ്ടിയായിരിക്കും അവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലെ വയലായതിനാൽ നല്ലൊരു പച്ചപ്പ് ഫീലിംഗ് ഉണ്ട്. നല്ലൊരു മനോഹരമായ ഒരു പച്ചപ്പ് എപ്പോഴും ഫീലിംഗ് നമുക്ക് ഇവിടെ കണ്ടോ. ധാരാളം വാഴകളും ധാരാളം പച്ചപ്പുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ വശത്ത്, ഈ റോഡിൻ്റെ ഞാൻ പോകുന്ന വശത്തിൻ്റെ ഇടതുഭാഗത്തും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ നടക്കുന്നു. റൈറ്റ് സൈഡിൽ അപ്പുറത്തെ വശത്തെ റൈറ്റ് സൈഡിൽ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ പ്രൊട്ടക്ഷൻ വാൾ ഇനി മുകളിലേക്ക് കോൺക്രീറ്റ് പോർഷൻ ചെയ്താൽ മാത്രം മതി. പക്ഷേ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇനി ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ചെറിയൊരു വർക്ക് മാത്രമാണുള്ളത്. ഇവിടെ ഒരു ഹെവി ക്രെയിൻ, എനിക്കൊന്ന് 210ൻ്റെ ഒരു ഹെവി ക്രെയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹൈമാസ് ലൈറ്റ് പോലെ ലൈറ്റുകളെല്ലാം ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വലിയ ക്രെയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ വേറെ ഏതോ എനിക്ക് തോന്നുന്നു ഹൈമാസ് ലൈറ്റിന് വെക്കാനുണ്ടോ എന്നറിയില്ല. ആ വർക്കുകളാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കൂടി പോകുന്ന വണ്ടികളെല്ലാം കടന്നു പോകുന്നത്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വണ്ടികൾ കടന്നു പോകുന്ന മുതൽ നമ്മളെ ഈ പോർട്ടിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള ഈ പറയുന്ന പൂവാറിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡിലേക്കുള്ള എൻട്രൻസ് ആണ്. ബൈ റോഡ് പൂർണ്ണമായിട്ട് ഇവിടെ അടച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടെന്ന്. ആ വർക്കുകൾ എന്തായാലും നമുക്ക് നോക്കാം. അത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇതുവഴി പോകുന്ന വണ്ടികളെല്ലാം നമ്മളെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അകത്തുകൂടി കുറച്ചൊരു 100 മീറ്ററോളം പ്രവേശിച്ചതിന് ശേഷം മെയിൻ റോഡിലേക്ക് കയറി പോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ വണ്ടി നിർത്തിയതിന് ശേഷം നമുക്കിനി ഇവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെ കാണാൻ സാധിക്കും. ധാരാളം വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന മെയിൻ വർക്ക് ഡ്രെയിനേജിൻ്റെ വർക്കാണ്. നമ്മുടെ ഡ്രെയിനേജിൻ്റെ ഒരു 3-4 അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡ്രെയിനേജിൻ്റെ വർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചടുത്തെത്തിയപ്പോൾ ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഡ്രെയിനേജിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. കാരണം നമ്മുടെ TMT കമ്പികളെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയുള്ള വർക്കുകളാണിത്. ഫൈനൽ വർക്കുകളാണ് നടക്കുന്നത്. ഇതിൻ്റെ മുകളിലായിരിക്കും ഇനി ഈ പറയുന്ന TMT വർക്ക് കൂടി കഴിഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും മുകളിൽ TMT വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യും. സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ധാരാളം വർക്കിംഗ് സ്റ്റാഫുകളുണ്ട്. കാരണം വലിയൊരു ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. വലിയൊരു ഡ്രെയിനേജിൻ്റെ ആവശ്യം നമുക്കുണ്ട്. കാരണം ലിങ്ക് റോഡിൻ്റെ 2 സൈഡിലായിട്ട് വയലാണ്. മഴ പെയ്താൽ ധാരാളം വെള്ളം ഒലിച്ചു വരുന്നത് പോകാൻ വേണ്ടിയാണ് ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ. വളരെ ദൂരെയായിട്ട് KSRTC ബസ്സുകളെല്ലാം പൂവാർ ഭാഗത്തുനിന്ന് വരുന്ന കാണാൻ സാധിക്കുന്നത്. പൂവാർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡും നല്ല തിരക്കാണ്. പോർട്ടിൻ്റെ മുന്നിലൂടെ ഇത് വിഴിഞ്ഞം, മുക്കോല, കോവളം, ട്രിവാൻഡ്രം, കഴക്കൂട്ടം ഭാഗത്തേക്കും ഇതുവഴി പോകാൻ സാധിക്കും. ഈ റോഡിലൂടെ പോയിക്കഴിഞ്ഞാലും NH66 കോവളം ഭാഗത്തുനിന്നും പ്രവേശിക്കാനായി സാധിക്കും. ഇതാണ് നമ്മുടെ ഈ പറയുന്ന NH66 നമ്മുടെ ഈ കണക്ഷൻ റോഡ് പോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചേരുന്ന ഭാഗം. ഇനി നമുക്ക് ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഓരോ വീഡിയോയിലും ഞാൻ ഹൈമാസിൻ്റെ വർക്കുകൾ നടക്കുന്ന കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഫീഡർ പാനൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പാനലിലെ വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഹൈമാസ്റ്റ് ഏതാണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന എർത്ത് പോലുള്ള വർക്കുകളും കഴിഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈമാസിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഹൈമാസിൻ്റെ LED ലൈറ്റുകളാണ്
നിലവിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. രാത്രി വന്നാൽ എത്രത്തോളമാണ് LED പ്രകാശമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ ഇത്രയും ഹൈറ്റ് ഉള്ളത് കാരണം നല്ലൊരു ഏരിയ കവർ ചെയ്യാൻ ഈ LED ലൈറ്റിന് സാധിക്കും, അല്ലെങ്കിൽ ഹൈമാസ്റ്റിന് സാധിക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ എടുത്ത് എൻഡ് പോർഷനിൽ നിർത്തിയിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ റോഡിന്റെ ഭാഗത്താണ്. അതായത് നമ്മുടെ ഈ കടന്നു പോകുന്ന ലിങ്ക് റോഡും പോർട്ടിന്റെ എൻട്രൻസ് ഗേറ്റിലേക്ക് പോകുന്ന റോഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുമാത്രമല്ല, ഇത് റിക്വസ്റ്റ് ആണ്. ഇന്ന് ഒരു ദിവസത്തേന് ഇത് 12ാമത്തെ ലിങ്ക് റോഡ് അപ്ഡേഷനാണ്. ഈ വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവരിലും തീർച്ചയായിട്ടും ഈ വീഡിയോ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പോർട്ടിന്റെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തന്നെയാണ് ഷെയർ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും. താങ്ക് യു ഫ്രണ്ട്സ്.